ഹായ്, വെൽക്കം ബാക്ക് ടു എൻ്റെ കിച്ചൺ. ഇന്ന് നല്ലൊരു പാലക്കാടൻ കറി റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കോഴിയും കുമ്പളങ്ങയും കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയതിന് ശേഷം 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടിച്ചെടുത്തതിന് ശേഷം 4 മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ ചെറിയുള്ളി, 2 ടേബിൾ സ്പൂൺ പച്ചമുളക്, 3.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി എന്നിവയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 4 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത തക്കാളി വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പെട്ടെന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് ഇതുപോലെ വലിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ച കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുക. ഏകദേശം 2 കിലോ കുമ്പളങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് കുമ്പളങ്ങ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുമ്പളങ്ങയും ചിക്കനും മസാലയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം 2 മിനിറ്റ് നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കഷ്ണങ്ങൾ മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ചിക്കനും കുമ്പളങ്ങയും വേകാനെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിലോട്ടുള്ള അരപ്പ് റെഡിയാക്കാം. 1 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് വീണ്ടും അടച്ചു വെച്ചിട്ട് കുമ്പളങ്ങ കറക്റ്റായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വെന്തുടഞ്ഞ് പോകാതെ വേണം കുക്ക് ചെയ്യാനായിട്ട്. ടേസ്റ്റ് ചെയ്തപ്പോൾ അല്പം ഉപ്പ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. കറി അത്യാവശ്യം തിക്കായിട്ടാണുള്ളത്, അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് കറിയുടെ കൺസിസ്റ്റൻസിയിലാക്കി വെച്ചിട്ട് ഇതുപോലൊന്ന് അടച്ചു വെച്ച് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം അടച്ചു വെക്കാം. എന്നിട്ട് ഇതൊന്ന് വിളമ്പിയെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലക്കാടൻ സ്പെഷ്യൽ കോഴിയും കുമ്പളങ്ങയും കറി റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറിനൊപ്പവും വെറുംചോറിനൊപ്പവും അത് മാത്രമല്ല ഒട്ടുമിക്ക പലഹാരത്തിനൊപ്പവും നല്ല കോമ്പിനേഷൻ വരുന്നൊരു കറിയാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.